വർക്കല ക്ലിഫ് സംരക്ഷിച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾ മാത്രമേ നടപ്പിലാക്കുകയുള്ളൂ എന്നറിയിച്ച് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. വർക്കലയിൽ അടുത്തിടെ ഇടിഞ്ഞ കുന്നുകൾ സന്ദർശിച്ച ശേഷമായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഭൗമ പൈതൃക പ്രദേശമായി പ്രഖ്യാപിച്ച വർക്കല പാപനാശം ബീച്ചിനോട് ചേർന്ന കുന്നുകൾ ഇടിയുന്നതിനായുള്ള വാർത്തകൾക്കിടെയാണ് സുരേഷ് ഗോപിയുടെ സന്ദർശനം. മുൻ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ, ജില്ലാ കളക്ടർ, ജിയോളജിക്കൽ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരൊപ്പം ഉണ്ടായിരുന്നു. ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസും വർക്കലയിൽ എത്തുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും പിന്നീട് അസൗകര്യം പറഞ്ഞ് പിന്മാറിയെന്നും സുരേഷ് ഗോപി. ഹെലിപ്പാഡ് ഭാഗത്തും ബലിമണ്ഡപത്തിന് സമീപം നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി കുന്നിടിച്ച സ്ഥലങ്ങളും കേന്ദ്രമന്ത്രി സന്ദർശിച്ചു. എന്തെങ്കിലും അപകടം സംഭവിക്കാൻ പോകുന്നത് അതല്ല വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വർക്കലയിലും അഷ്ടമുടിയിലും മുഴുപ്പിലങ്ങാടും അഡ്വഞ്ചർ ടൂറിസം എന്താണ് അതിനകത്ത് അല്ലാതെ ഒരുപാട് ഏരിയ കാണും. ഇത് ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിലേക്ക് കൊണ്ടുവന്നാൽ സ്റ്റേറ്റ് ടൂറിസത്തിന് അതൊരു വലിയ ഉത്തേജകമായിരിക്കും. അതുപോലെയുള്ള ലോക്കൽ ഏരിയാസിൽ ഇത് തന്നെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക. അത് പിന്നെ ഞങ്ങളുടെ ആ നെറ്റ്വർക്കിനകത്ത് ചേരുമ്പോഴേക്കും വളരെ പ്ലസൻറ്റും സപ്പിളുമായിട്ടുള്ള ഒരു അഡ്വഞ്ചർ ടൂറിസം നമുക്ക് കേരളത്തിന് സമ്മാനിക്കാൻ പറ്റും. മണ്ണിന്റെ സവിശേഷത കണക്കിലെടുത്ത് ഇവിടെ സ്ഥിരമായുള്ള കെട്ടിട നിർമ്മാണങ്ങൾ അനുവദിക്കരുതെന്ന് 2014 തന്നെ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇത് വകവയ്ക്കാതെ ബീച്ചിനോട് ചേർന്ന് ബലിമണ്ഡപം, ടോയ്ലറ്റ്, കോംപ്ലക്സ് എന്നിവ നിർമ്മിച്ചു. മെയ്യിൽ പെയ്ത കനത്ത മഴയിൽ വൻതോതിൽ കുന്നിടിച്ചിൽ സംഭവിച്ചിരുന്നു. വീണ്ടും മണ്ണിടിയാതെ ഇരിക്കാൻ ചില ഭാഗങ്ങളിൽ ചരിവ് നിലനിർത്താൻ ജില്ലാ കളക്ടർ ഉത്തരവിടുകയും JCB ഉപയോഗിച്ച് കുന്നിടിക്കുകയും ചെയ്തിരുന്നു. ഇത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയതോടെയാണ് സുരേഷ് ഗോപി ഇവിടം സന്ദർശിച്ചത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.